സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ചെയ്യേണ്ടു നിനക്കേശു പര
സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ.
വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. വത്സലരേ ദൂരത്തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ, സ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി. The official viewing has begun. Anyone who would like to view the body may do so now. Please come forward. Amachi's nieces, Bobby and Annie, will be singing a couple of songs during this time.
സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല സ്വർഗ യെരൂശലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒത്തുചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ. ആത്മനിറവിൻ സാന്നിധ്യത്തിൻ നടത്തിടും അതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ. മനോവ്യാധികൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യാധികൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും
വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. I invite Amachi's grandchildren to come share a few words. They have been the joy and the light of her life, the only reason that she would ever bend her rules. Alicia, Grace, Ezra, Gabriel, and Apollos. I'm his eldest grandchild. I think that a lot of people that spoke yesterday had a very accurate summary of Amachi's character, and I don't want to be too repetitive, but I do want to share some of the personal experiences that we had. Amachi was one of the most generous and selfless people I knew, along with Apachin. She and Apachin were constantly giving to people, even if they didn't even know him that well. I know that for almost every gift I would get like $100 bill, and then there'd be Apachin like sneaking in random $1 bills every now and then throughout a year. As lots of other people mentioned, she would just like keep on giving, though she didn't expect anything in return. Even when Apachin got sick, she basically like put all her problems aside just to help and be with him. She was constantly by his side and never left him, which shows how caring she was. She used to make me chai every time I came to Darien. In the past, most of the time it was for our Sunday family gatherings. She would always ask me if I wanted a second cup, and every time I said yes. More recently, she'd usually make it for me every morning when we stayed over at the house. It didn't matter if I woke up at 9 o'clock on the weekends or if I was upstairs doing school online, she still made it for me. Like Rodin Jachin and Mos Jachin said yesterday, I think she was the reason that we became so addicted to chai. And I was just telling Achin that I also think that's the reason why I stopped growing lately. After Apachin passed away, we attempted to replant a part of his garden in the summer in honor of him. And it actually worked out pretty well. The boys loved taking care of the plants, and Amachi loved seeing everything that they bring in. The boys would go straight to the backyard whenever we went to the house, and Amachi would always know where they were. I remember when we were younger, Amachi, Grace, and I would watch shows and movies on Surya TV while Amachi made chor for lunch. One of the shows we'd watch with her was Surya Singer. Even though me and Grace had no idea what anyone was saying on TV, it was still so fun to watch with Amachi. One of the things I liked most about her, though, was her laugh and smile. I feel like we had a lot of inside jokes throughout the years, those of which she probably wouldn't remember now. But like Rose and Chichi said yesterday, she had such a unique, like, beaming smile, and it became infectious, which is one of the things I love about her. I just want to end by saying that we're lucky to have had such a good relationship with her as her grandkids.
And she made a big impact on our lives and influenced how we were raised. I probably don't even know half of the things that she's done or half of the things that went on in her life, but I'm grateful to experience firsthand that love and joy that radiated off her. So Amaji, we'll do our best to follow in yours and Upachin's footprints, and we look forward to seeing you again. Next, I'd like to invite Ranjan to share a few words. Ranjan is Janshriti's husband and Amachi's son-in-law, though anyone who has ever seen them knows that that relationship is much closer than most mother and son relationships, and there was no in-law in the sense of the word. Grace and I are going to start by just reading a portion of Psalm 71. O God, you claimed me when I was unformed youth and taught me everything I know. Now I'm telling the world your wonders. I've kept it even in my old age. God, don't walk off and leave me until I get out the news of your strong right arm to this generation, news of your power to the future generations yet to come, for your famous and righteous ways. O God, you are immeasurable. God, you've done it all. Who's quite like you? You've made me stare death right in the face. Now turn me around so that I can view life. I've been to the bottom. Now bring me up, gleaming with honors. Turn to me and be tender to me. Amen. I'm Ranjan, for those of you who may not know or are seeing online or haven't seen me in a long time. When I had hair, I looked a little different. I want to thank everyone, really, for the many stories yesterday and the last few days, and it was really a blessing to hear everyone's experience of Mummy and the different ways that she impacted all of our lives. Everyone has such precious memories of her. Everyone has such personal experiences with her. She was that type of person that she made you feel important and valued, even in her first interactions. So it's good to hear and share just everyone's different perspective of who she was. And I want to thank everyone for helping us take care of her at home. Our family, our friends, St. Peter's family. That's what she wanted. We talked to her, of course, we encouraged her to go to the hospital when it was appropriate, to get treatment for what she can be treated for, but she wanted to be at home, and we were able to do that. We were privileged to do that, and I encourage our generation to consider doing that. I'm a physical therapist. This is my job. I work with the elderly. The average age of my patients are probably 75. Just a few weeks ago, I saw a patient that was 101. Being at home is important, if we can do it. I know there are situations where we can't. But if at any way possible, and if you can't,
call me, talk to me. We'll figure it out. We'll figure out a way. We had that blessing to keep her at home and to be with her, and family was able to see her, and she was able to interact with our kids, and those precious last few days will be in our memory forever. I walk through life and I think of, this is how my brain is. Everything that I experience, everything that I go through, the way I was raised, it always goes back to the scriptures for me. Whatever I experience, I can see reflections of it in the stories that were written long ago, because other people have experienced it. Rabbis from long ago would talk about the scriptures as a 70-sided gem. You gaze upon the scriptures for a while, you turn it, you see a different perspective, then you turn it again, and you see something different. Or maybe there's someone else on the other side of the gem sees something different, and then you discuss with them. It's really a wonderful picture of the scriptures, and I think humans are similar. People see us in different ways, and we saw that yesterday, the different stories and how everyone experienced Mummy. She's a gem. A dazzling gem. They say that opposites attract. Mummy and me are quite opposite in lots of ways. My first memory of talking to her was at Laurel Park. It must have been like 1996. I was probably 16. Laurel Park is right close, really, I play basketball there. Technically, I'm one of the legends of Laurel. But St. Peter's were having a picnic there. And of course, me and my friends were friends with St. Peter's kids. And, we was like, hey, let's go check out the picnic and hang out with them. And of course, that's what we do. And so we'd play basketball, whatever it was. And I just remember walking off past the picnic area and into the field and seeing Mummy there. And she approaches me, of course. I know who she is, but, I'm timid. I'm just I don't talk good Malayalam and all that stuff. But she comes to me and she's like, do you know who I am? I'm like, yes, Auntie. And, of course, she's Auntie to me then. I know who you are. And then, of course, I see Jancy in the background and stuff. And at that time, I didn't, we weren't dating or talking or anything like that. But I knew who she was, and she was on my radar. Now, the funny thing is, I don't remember what Jancy was wearing, but I remember what Mummy was wearing. She was wearing that blue tie-dye shirt from Downers Grove that Jancy had. And I just remember her smile and her just endearment of me right away. I mean, she knew that I was Babu and Thangama's kid. She knew who I was, and she made me feel welcome. Her smile is something that we're all going to remember for forever. I feel like she had perfectly lined teeth, her cheeky smile and that twinkle in her eye, and you see it in all the pictures. And that's something that is just, our kids got to experience it in different ways, and I know that all of y'all, she smiled upon. We've all experienced that. I'd observe how Mom would make friends so quickly. Again, different than me. Whether it be the HVAC guy that comes and does the maintenance of the house, she would just talk and make friends. Or whether it be, hospitalizations and doctors, nurses, whatever it is, but she would get into people's lives and naturally just engage people, make friends. She was open with herself, and I think she expected people to be open with her. And she was able to share herself, it seemed like effortlessly. I didn't think she really thought about it. I think she just did it. It was just who she was. And that was impressive to me. There was instances where nurses would come to visit the house, and we'd be there sometimes, and she'd talk about, all her medical things, but then she'd talk about us and how she worries about us. And, my daughter has 5 kids, and, they work, and Jason's, working at TBI, and he's here, and he's doing his part at home, and she basically just continued to talk about our lives and the details of our lives, and even the personal things of our lives, which is great. I mean, we were always like, TMI, Mom, TMI, too much information, but for her, nothing was too much information. She, the way I see her is that she had a pure heart. She didn't use information to injure people. She was trustworthy. She shared information.
I know some people may misinterpret it as gossip or rumor mill. I don't think she thought that way. I don't think she really operated that way. I think she just engaged people, and life is part of people. Information is part of people. And, this so-and-so was going through this, and, she was sincere. This is the way I see it. I started learning as, the years went on how hard Mummy's life was when she was young. It's really amazing. I feel like she's lived multiple lives in the sense of how much she's went through, her travels, how hard she had to work to go to school and work in school and then support her family in school and being separated from her siblings for long periods of time and being away from home. It's just, I'm just amazed about the strength that she had to do all that. And she would support her family with, the little that she made, she would always keep apart to support her family. We heard of Mummy's commitment to the church from people talking yesterday, but we got to experience it from home lately. I mean, we knew that Mummy was a regular church-going person. She would be here, she'd have her spot, she'd have her regimen, like everything else in her life. But at home, when she couldn't come to church anymore, she'd faithfully just be on her iPad, seeing the live stream. I want to thank you guys for setting that up and just doing all that way early on. She was right there with you. I have this picture in my mind of her, she wakes up and it takes time for her to do her morning routine. So she'd have brush her teeth or had something a little bit and then just engage in the service. And sometimes she didn't get time to change. She'd be in her blue nightie, just standing. And we'd be like, I don't know who it was that came down, like, what's she doing? I'm like, oh, she's worshiping. She's there. She loved being here. She loved you guys. And she wanted to be here as much as she could. And we're glad that she was able to make it here a few more times. And we have good, just good memories of that. And we have pictures of it, thank God. We all saw how much, y'all see how much she loves her grandkids. I think 75% of pictures are probably her grandkids. She loved them. And she, you can tell because she allowed them to do things that we weren't allowed to do, right? Let's go ahead and eat in the living room now. Handprints on the wall is not a big deal. It's, we'll clean it up. We'll get it painted when you're done, because we lived with Mummy for 2 years, and she's like, oh, we'll just fix everything when you're gone, right? But she allowed it. She was fine with it. She didn't mind the toys piled up in the corner and such, and she enjoyed it, really. It's not that it was bothering to her. I never felt a sense of disgruntled feeling. She just enjoyed the kids. She loved seeing them in the morning. She loved her daily hug from Apollos. She loved, I don't know how to say this properly, but she loved the, what is it, Unicum, right? Is it like the movement of the kids, and she'd call us, if we weren't there, 3 weeks or something because we were different vacation or school stuff, we didn't visit for a while. She's like, I need that, I want to see you kids. I need that movement. I need that energy. She loved their energy. She loved making them food. All the joy that she had for her grandkids, I think it was really related to all this tough times that she went through as a young person. Some of you may know that Mom, had to make some tough decisions for her family and just to get everyone through life. One of the toughest things that I heard about her talk about was when she had to decide to leave Jansen and Jason in India for a time because they had severe just allergic reactions to something here. I don't know if it was the weather or food or what it was. They couldn't figure it out. But I know that was hard for her. And I think that's why that she enjoyed having these guys around at that age so much. I never really recalled Mummy complaining about her trials or how she was affected by these things. She'd never let on that she was bitter or let down by God or anything like that. I just see her taking it in stride and doing what needs to be done to get everyone through whatever we're going through. She knew how to move forward. She knew how to keep her eyes continuing to go ahead. But what I'm realizing is that instead of complaining, maybe she didn't complain to me. I don't know if she may have mentioned some things to other people, different relationships. But
what I observed from her is that angst that she had from things, whatever sufferings and things like that, I think it turned into concern for others. She was always concerned. Concerned about Jason, concerned about Chancy, right? And Jason, she's always concerned, if you're eating well, if you had enough rest, if you slept away, all these things. If you're safe when you're out, who you're with, all these things, right? Of course, that you have companionship, that you have friendships, and that you're not alone. So she had that concern for you. And Jance, I know she's always concerned for you as, raising 5 kids and working and cooking for everyone else, and all the responsibilities that you had. She had that worry about you too. She'd tell me. She'd always ask us, and she'd always kind of make that known to us. Perhaps I was thinking maybe that concern was, just because as parents, we're never really sure if we're doing enough, right? We know our frailty, and sometimes we feel the weight of our mistakes and our failures, and we're just wondering how it's affecting our kids, right? Or maybe she was just, so close to you, she held you guys so close that she couldn't see, like from a distance, that perspective of how much strength you guys have and how much of her you have in you. I mean, I challenge anyone to tell me who knows more people than Jason and who keeps in touch with more people than Jason. And sincere friendships, Jay. Like, it's impressive. I'm really, I don't know how you do it, but you're just genuine. You don't hold grudges against anyone. You engage people just like Mommy does. You call people just like Mommy. Whether it be however you do it effortlessly, just like Mommy. And you got that. And Jance, of course, you told me once that a potential dream job would be a professional organizer. That's you. On top of being a chef, on top of being mom, you have those qualities, that you're able to handle all these things and organize and put order to chaos and bless others. You stay up all night cooking cakes for friends and kids of friends and family. She was concerned for me too. Mommy always, was wondering, hey, how many patients did you have today? Were you in Aurora all day? Did you drive this much? Did you have something to eat? Of course, she'd have the same concerns with me. She'd always be wondering, am I going to be okay with the kids when Jancy works and such? I know sometimes, these are things that normal moms are concerned about, but I just feel like she wanted to make sure that we were well. She never really thought about, or never communicated to me about her well-being. She always wanted to make sure that we're well. And even these last few days, she wanted to make sure that we had a plan, that we were taken care of, that everything was handled, and she did that well. So from my perspective, again, when we turn this time in of Mommy, I think she really treated people as gifts. She sincerely loved them. She knew that everyone carried God's image. Each person had their own stories, and she'd share her story, and she expected people, or at least hope for people to share theirs. She had a genuine concern for people, which was probably as a result of her own suffering. She wanted people to have goodness and mercy in their lives. Her disciplined and regimented demeanor in homemaking and organizing things in house and church and work, I think was just an outworking of her understanding of God, who puts order to chaos. And I really feel that she manifested that real well. She'd take a chaotic situation and put some order to it. Her house was very well ordered. I think she passed that along to us. There's no clutter in Mom's house. Everything has a place. And it really reflects the clarity of her mind. She was so sharp and clear from the whole time that I knew her up until the very end. She knew exactly what was going on. She was able to do her medication. She was able to talk intelligently to the doctors. She was sharp. And her conservative attitude, she didn't like to waste anything. She kept things not as a hoarder, but because everything had value and everything
deserve to be kept well. And so everything that we have of hers is infused with memories. It's going to be hard to go through some of those things. You know, at home with the kids, we talk about how the Bible story works, how the scriptures work, and some of the ways that we can understand it. One of the ways is, that we observe that the scriptures give us this picture of humans being given authority and freedom to choose how to take care of the world and how to take care of one another. People, we're responsible for taking care of people, we're responsible for taking care of the land, the world, animals, whatever you want to put it. One of the parables that we use or that we see in the scriptures is this idea that our choices matter, manifest in the world. And the picture is of gardening. What you put in the ground is what you're going to get up from the ground, right? If we put bad things in the ground, bad things come up. If we put good things in the ground, good things come up. There's that story early on in the scriptures where God approaches two brothers and one brother, and out of warning and just, hey, I know that you're angry and you can control your choices here. Later on, this brother kills his brother, sheds his blood. And again, God feels that angst and pain. And again, the picture of him as a father coming, and he's saying, hey, the blood of your brother is crying out for me from the ground, from the land. And there's stories of continued violence and such that goes on into the scriptures. And the picture is, again, the more that we do bad, the more that we put evil, violence, mistrust, abuse of power, injustice, the more that we perpetuate this as our choices, that's what we're putting into the world, and the more the world is going to reap and multiply those things. But also, scriptures presents the contrary. We put good things in the ground, right? God will multiply that. Goodness will come out, right? Love begets love. Kindness begets kindness, right? Gentleness begets gentleness. So family and friends, and from old times and from new, St. Peter's Church, all those who love Mommy, today we get to put her into the ground. She's just a dazzling gem, beautiful woman. She represents the goodness that we're meant to be, that we're supposed to put into the world. The choices that she made, the way that she cared for people, her discipline, her faith. This is what we're supposed to sow into the world. When she was alive with us, a few of us can enjoy it and see it at a time. And she's done well to impress upon us her character and her attitudes, the way she did life. But today, just as a seed is put into the ground so that it can rise up and bear much more fruit, I'm praying that the Lord will help heal our land, help restore our sense of responsibility, our commitment to loving each other, to doing good in the world, and to carry on what Mom was doing with her life. Thank you. To know Amachi is to know her kids, so though they need no introduction, I asked Dancy to come share a few words, Amachi's best friend, eldest daughter, and confidant.
One day, when I was little, I remember getting a report card with straight A's and exclaiming, "I'm so smart." And I still clearly remember Mommy looking at me and gently rebuking me, saying, "Jancy, you should never boast about yourself. Always let others be the ones to say good things about you." I've never forgotten those words. I was maybe 7 or 8. So today, I want to take this opportunity to boast in this incredible woman I had the privilege to call my mom. Mommy's life, as everyone's talked about, was an example of faith, sacrifice, perseverance, love, strength, humility, service, wisdom, generosity, and joy. She was a dedicated wife, loving mother, sister, aunt, and friend. She left a legacy that I can only hope to continue. One of the greatest gifts Mommy left me with was her faith. My earliest memories include evening family prayers. I saw her love for Jesus and Scripture, and she instilled that in Jason and I as children. She wrote out pages and pages of Bible verses for me to memorize that I remember to this day. She was a prayer warrior, and her prayers were so raw and sincere, they would often bring me to tears. Growing up, she was the one who taught us hymns and praise songs at church and family gatherings, while I usually was forced to play the keyboard. She told us about God's faithfulness in her life, in the trials and the blessings. Deuteronomy 6:4-12 says, "Hear, O Israel, the Lord our God, the Lord is one. Love the Lord your God with all your heart and with all your soul and with all your strength. These commandments that I give you today are to be on your hearts. Impress them on your children. Talk about them when you sit at home and when you walk along the road, when you lie down and when you get up. Tie them as symbols on your hands and bind them on your foreheads. Write them on the doorframes of your houses and on your gates. When the Lord your God brings you into the land he swore to your fathers, to Abraham, Isaac, and Jacob, to give you, a land with large, flourishing cities you did not build, houses filled with all kinds of good things you did not provide, wells you did not dig, and vineyards and olive groves you did not plant. Then when you eat and are satisfied, be careful that you do not forget the Lord who brought you out of Egypt, out of the land of slavery." Mommy proclaimed Christ in everything she did, through her words, her action, her life. Mommy was the second oldest of 5 siblings. She came from very humble beginnings. As we've heard, I've heard stories from her and her siblings of just how challenging her childhood was. There are circumstances that most people couldn't even imagine living through. Yet she studied and worked hard her whole life in order to get herself and her family to a better place. She supported her parents and all her siblings once she started working, and she was eventually able to bring 3 of her siblings to the U.S. and help them to also change the trajectory of their lives. She did so much and never expected anything in return or boasted about what she had done for anyone. For a long time, she didn't have much. Eventually, God did bless her and Papa with more, yet she was content in every situation. Philippians 4:11-12 says, "For I've learned in whatever situation I am to be content. I know how to be brought low, and I know how to abound. In any and every circumstance, I have learned the secret of facing plenty and hunger, abundance and need." Because she knew what it was to be in need, she didn't waste anything, like Renz just mentioned. She used everything until she couldn't use it anymore because she knew what it was like to be without. Whether it was a napkin or a glass of water or clothes, she used everything to its full potential. Mommy loved fiercely. She was a dedicated wife to Papa, and her love for him was evident in the way she served him. He didn't and couldn't do anything without her. Growing up, I always knew I was loved. There was never a time I can recall that I didn't feel that love.
Because Mommy and I had very similar personalities, we did butt heads once in a while, but we were always able to get over things quickly, joke around, and have fun together. We were always very close. Next to my husband, she was the one person I talked to the most. As you heard yesterday, Mommy was like a mother hen to many people, not just to Jason and I, but to our extended family, friends, and church members. She loved people so well and treasured her relationships. Like Wrench said, even if it was someone she'd only just met and would probably never see again, she was interested in you. She was a talker, and she wasn't hesitant to get involved in people's lives, to ask about their jobs, their families, their interests. Questions that might make normal people uncomfortable didn't faze her. It was natural for her. That was just how she got to know people. She was never satisfied being superficial with people. Like Wrench said also, sometimes I would overhear her telling someone, her daughter has 5 kids, she works here and she's so busy and da-da-da-da-da. And I'd be in the other room and I'd say, Ma, they don't really need all that information. And she'd say, yeah, I'm just telling them about me. But because my life was a part of hers and our lives were so intertwined so intricately, she didn't see the difference. After she passed, I texted one of her physical therapists to let him know. He told me when he saw that it was a text from me, he thought Mommy remembered his birthday was that day that she had passed, and that's why I was texting. And he told me she was my favorite patient. I tell her story to all my pulmonary patients. And that was just the kind of person she was. She would call her physical therapist to wish him a happy birthday. Often my friends were surprised by how much I talked to Mommy. Ever since I left for college, we talked every day at the same time, sometimes twice or more. I'll miss hearing her voice and asking me what the kids ate for every meal and every other detail of our lives. She loved Renjin like her own son. After Renjin and I got married, she and Papa wanted Renjin for everything, whether it was big or small, and he was happy to serve them. Mommy loved her siblings to no end. There wasn't anything she wouldn't do for them and they for her. She and Papa fostered and encouraged our family bonds. I'm so grateful for all the time that we had with Mommy and Papa. Like everyone said yesterday, it was common for us to spend our weekends in Darien. Papa and Mommy's house was the party house. It was the hub where we all gathered and everything happened. Sundays were the days where we'd get together after all of our own church services, have lunch, watch sports, take naps, spread out all over the living room floor. And then there was chai on dinner, and then chai after dinner. It was just a full day, and it was every Sunday. There were birthdays, anniversaries, holidays, any excuse to get together, we would get together. It was always fun and loud, and Mommy was always at the center of it all. Time was something she never took for granted, and spending time with people was precious to her. I'm repeating things people have said because this is just everything that everybody thought of her. But she called her family and friends consistently. Some people had regular times during the week or day that she would call them. During this last year, she became quite tech savvy and learned how to use Zoom to get on calls with family from Colorado, New York, Australia, and India every Friday. She always looked forward to that and just connecting with people because she hadn't had that this last year. She was the glue that connected everyone in our family. She had a pulse on everyone's lives, what they were going through, their joys, their trials, everything in between. And everyone trusted and confided in her. Mommy was a talker and very outspoken. You never had to wonder what she was thinking because she would just tell you. She was bold and a truth teller. She would tell you exactly what was on her mind or what she thought you needed to hear. Papa and Mommy were open books, and they taught us to be that as well.
open, honest, and truthful. Mommy always had a story to tell or wisdom to share. I loved hearing her and her siblings share stories of their childhood and the lessons they learned throughout their lives. She impressed on me the importance of knowing family relationships and sharing stories so that the next generation can learn from them. Deuteronomy 32:7 says, "Remember the days of old. Consider the years of many generations. Ask your father and he will show you, your elders and they will tell you." This is what Mommy constantly did for us. She couldn't help but talk about the things God had done for her. Mommy and Papa were the most generous people I know. They helped countless people get out of debt and poverty, put many of my cousins in India through school, paid for weddings, gave to charities, orphanages, nursing homes in India, put seminary students through school. A tradition I always loved that they did every year since Papa's parents passed away was on Papa Apachan Namachi's death anniversary. They would make arrangements to provide a meal for the residents at Abhaya Bhavan, is a homeless shelter in Kerala. They have a big house in Kerala that Mommy has been trying to sell over the last few months. A few days ago, Mommy told me how she wants that money to be divided among family in India once the house was sold. She sat for quite a while telling me these things, and after a few minutes she told me, "You should be writing this down." When I pulled my phone out to write it down, she said, "No, not on your phone." She didn't even consider having the money, brought back here. She told me, and this is, something she constantly told me, she said, "God's given us plenty, and we've always given away as much as we can. And he continues to give us more. So why wouldn't we help people when God's given us so much?" Mommy was always serving selflessly. She loved feeding people. It was her thing. She knew everyone's favorite foods and always had them at the ready. My boys loved her potato merkwadi and fried fish. Grace needed fish curry. Ranjan needed pavakya. Alicia, Monsum, and Roj, had to have chaya. Rojan also needed his oatmeal cookies. Kunyamon likes vegetables. Renji likes kappa and mean, and on and on. She knew everyone's little things. And if she didn't have it, she would make it on the spot. These were just some of the things she had, I feel like she had files in her head that, she would always pull out. She would serve, but she didn't want anyone to serve her. If you tried to wash dishes after a meal, you'd get an earful and be pulled out of the kitchen. She didn't want to burden anyone. Till her dying day, she did what she could do on her own. 2 weeks ago, after the last time I helped her upstairs so she could take a bath, I asked Mommy if I could call her brother Kunyamon and sister-in-law Mukherjee to come and stay with her because I saw how much she was struggling. I asked, can they come on days that I can't be here? And she said, "I'm okay now," even though I knew she wasn't. And it wasn't that she was prideful about not asking for help, but she didn't want to inconvenience anyone with her problems. It was a week and a half ago when she asked me herself to call them to come and stay with her that I knew it was time. But even until the day before she passed, she was doing everything she possibly could on her own, not wanting anyone to spend their energy on her. And even the evening before she passed, hours before, she was still asking if everyone had eaten, if everyone had had their chaya. She was so strong and persevered through so many hardships. Gunyon Jajan yesterday spoke a bit about her childhood and how she overcame so many obstacles. She was diagnosed with a rare disease called pulmonary arterial hypertension in 2013, which affected her lungs and ability to breathe efficiently. I know she suffered silently for a long time before she even told us that she, needed help. And I actually think we noticed that she was having trouble one day when we were out.
and told her she needs to get seen. 3 years ago, her pulmonologist started her on a continuous infusion drip as well as home oxygen, hoping to improve her breathing. But there was a trade-off. She had to learn how to mix her own medicine daily, carry a bag around with the medicine in it, change her dressing every week. It took about 30 minutes a day, and it was a task that she had to be meticulous with. She also had a tube in her nose for oxygen. So for the last 3 years, she's had 2 tubes going through her body that she constantly had to take care of. One going here to her heart and one here. And she never complained. Most of us can't imagine anything impeding us while we're moving around, but she had so much for so long. When Papa became sick, she took care of him, even though her own body was failing. She put aside her own pain and discomfort to serve him. This last year took its toll on Mommy. COVID hit and Papa passed away. On top of her health issues, during a time when she should have been surrounded by friends and family, she was left to grieve without the physical presence of loved ones. It was such a difficult time. She was diagnosed with COVID in December and hospitalized on what would have been Papa's 75th birthday. And yet she made it. She would be the one person I know who could beat this deadly virus, on top of having a pre-existing heart and lung condition. She was a fighter and our miracle. Like Wrench said, she was so intelligent and sharp until the very end. Even though she retired 10 years ago, she didn't lose any of her nursing knowledge. That was another, probably, how many files in her head. She was an ICU nurse for the majority of her career and still remembered everything. I was always amazed by her recall of meds and really anything medical. When she was hospitalized, she would often end up teaching the nursing staff about her meds as they were so specialized, and most nurses didn't know what they were. 75 years old and still teaching. Mommy was prepared for everything. Again, as everyone's mentioned, she was the most clean and organized person you would ever meet. She was detailed and meticulous. She did everything with care and precision and purpose. She anticipated her illness progressing and even prepared for it. She spent much of this last year getting all her affairs in order. And yet, though she always had a plan for things, she knew Proverbs 16:9 to be true, that the heart of man plans his way, but the Lord establishes his steps. Mommy never held on so tightly to her plans that she wasn't willing to lay them down and was ready to surrender them for whatever God had for her life. She was eternity focused, always. Always looking forward. She knew that this life wasn't all there is. I'm so grateful she didn't fear death. She knew it would come one day and was ready. I think she was spending the last several months more getting us ready for her departure. Mommy exemplified joy throughout her life. Over the last few days, I've gotten many texts and phone calls telling me what a beautiful and contagious smile she had. It's true, her smile filled her whole face and lit up the room. If she didn't smile, it looked unnatural. Her smile made everyone feel so welcomed and loved. Mommy was smiling until a few hours before she passed. I don't think she knew any other way. When I think of this last year, it's been grief upon grief and a heartbreak upon heartbreak for our family. Mommy passed away 3 days before Papa's 1-year death anniversary, which was yesterday. I keep thinking, how is this possible for any person to bear? But I have to remind myself that this is not the end for Mommy. She loved Jesus and was with him now. Just like we were able to be with Papa.
Our family was with her when she passed, hugging her and holding her hand. We had the privilege of ushering her into the presence of Jesus, the one who she loved. And I remember, as 1 Thessalonians says, that we do not grieve as others who do not have hope. I'm so grateful that Mommy's not suffering anymore. She suffered so much in this life, and she did it all for everyone else. She's breathing freely now, full of life and energy without needing oxygen or medications. She's with Papa, her beloved, and family and friends that preceded her. I wanted to say thank you to our Loyola angels who constantly checked on Mommy during her hospitalizations and took care of her and gave us updates. To our friends and church members who served Mommy by visiting and bringing her food. To our dear Utchins, who were more like her brother and son, for ministering to her often and in her toughest moments. To my cousins for always showing Mommy love and utmost respect and bringing her joy in so many ways. To my uncles and aunts who selflessly served Mommy, especially when I couldn't be around. I especially want to thank Konyo Chachin, Amakuti Mama, for these last couple weeks. I know it was hard, and I have no words to thank you. To her cousins and extended family and friends who called and prayed and encouraged her, especially this last year, to all who prayed. To my husband, who took every opportunity to serve Mommy, taking it upon himself to learn how to mix her meds the last few weeks so that she wouldn't waste her strength or energy. Doing that, to order her equipment, figure out ways we could help her, conserve her energy, and so much more. She trusted you more than anyone else. To Jason, for being with Mommy 24/7 and bearing the heartache of seeing her get weaker day by day. For taking care of her and just being with her. You were the physical presence that was most consistent in her life, and I know she was grateful that you were with her. This world will never know another person like my mom. She was, in one word, extraordinary. I could talk about Mommy and her character and all the things I loved about her and everything she taught me for days and days. Mommy, I will miss your smile, your hug, goofing around with you, just receiving tidbits of wisdom, talking to you at 10 o'clock every morning, and even stepping over your oxygen tubing that you trailed all over the house. It is an honor and a privilege to be your daughter. I will continue to talk about you, Mommy, and the things that you've done for me and so many others. I won't stop telling others about you and Papa and your lives of love and selfless service. You left an amazing legacy that will be passed down from generation to generation. I've truly never looked forward to heaven as much as I do now. But until then, we will honor your memory and sacrifices by serving, loving, and giving as you did. I know these verses from 2 Timothy 4 are used often at funerals, but Mommy gave it new meaning. I have fought the good fight. I have finished the race. I have kept the faith. Henceforth there is laid up for me the crown of righteousness, which the Lord, the righteous judge, will award to me on that day. I can't wait to see you again that day, Mommy. I love you. Now I invite Jason to share a few words. Amachi's baby boy, troublemaker, and the breath of her life.
Sorry if I'm going to be repetitive on a few things with what my sister just said, but after all, we are brothers and sisters. In Matthew chapter 25, verse 23, it reads, "His master said to him, 'Well done, good, faithful servant. You have been faithful over a little. I will set you over much. Enter into the joy of your master.'" My name is Jason. A lot of people know me as Varghese. I'm Mummy's only son and the youngest in the family. We're gathered here today to say goodbye to my mother, Grace Varghese, also known as Tangama or Chicago Machi, and to me, my mummy. It's difficult at best to stand before you and attempt to honor my mother in words. Mummy was the second eldest of 5 children and well respected by her siblings who always called her a mama. To the late Kochamachi, her loving sisters and brothers, Amni Mama, Kunyuan Chain, and Renji Chain, and her alliance, Kochapachin and Mataguti Chain, and her Natuns, Amakutia Mama, and Zina Mama. Her nieces and nephews, Shali Chechi, Shaji Chachin, Shirley Chechi, Shilu Chechi, Baiju Chachin, Bobby Chechi, Sharon Monsu, and finally, Rojan and Rosen. Papa and Mummy got married in 1977 and moved to Chicago in 1978, leaving all of her family behind in Aidur, India. Eventually, they all moved to Sidathord. Mummy was a very hard-working woman and very sacrificial. She got her bachelor's degree in nursing from Tiruvalla, ironically, my dad's hometown. Mummy is the sole reason who provided the opportunity for our family by coming to the United States. Little did we know and little did she know at that time that she provided for who knows how many generations ahead of her. One of Mummy's best traits was her loyalty to close family and friends. Despite how far we are, all the way in Chicago, thousands of miles away, she managed to stay in touch with family in India, Dubai, London, Australia, and all over the United States. People often tell me, "Damn, you got cousins everywhere." And she kept in touch with all those people. I'm trying to keep that loyalty that you've always taught me throughout my lifetime. Papa and Mummy would bring us to India every 3 to 4 years. They taught us how to speak and sing our native language, Malayalam. Mummy taught us why it's important to be very close to your family. Papa had the opportunities, but did not want to bring his family from India to Chicago because he did not want to carry this burden and have the fear of failure on his own at the very end. Mummy was the opposite. She filed to bring her 2 brothers from India, Kunyuan Chain and Renji Chain, and they arrived to Chicago in 1993. Papa fully supported Mummy's decision. One thing I cherish about Mummy and Papa is they never showed favoritism towards someone that was on the other side of the family, or the same side of the family, I should say. You'll always get treated the same way no matter who you are. Mummy was so close with Papa's side of the family.
Papa's sisters, her natunmad, treated her like an older sister, always. They talked about anything and everything with no partiality, differences, or favoritism. If there were any differences with Bonai or Moli Mama, Papa's sisters, they always worked it out at the end of the day. Mummy came to the United States and started her nursing career as an ICU nurse and began a family in Chicago. She always worked the night shift from 7 p.m. to 7 a.m. or 11 p.m. to 7 a.m. She juggled her stressful work life while taking care of Papa, Chechi, and myself. There were many Sundays that Mummy would come straight to church from work, right down the street here at Gottlieb. And she changed in the bathroom just to attend the Holy Qurbana. This was a huge testament to her faith life. Mummy is a founding member of this church here at St. Peter's. She was all about serving the church and giving in a quiet manner. Some of you may not know this, but Mummy was born and raised in the Marthama faith. After marrying Papa, she was dedicated to learning all the Jacobite prayers, songs, and the entire Jacobite Orthodox faith. She was also a Sunday school teacher here for many years. She was so active for everything and poured her heart and soul into this church. I will never see Mummy physically sitting there in her permanent seat at this church right next to Kochamandi and Rosamandi. But her soul is with us and will be with us forever. This is the first female member of this church to pass. A few uncles and aunties have told me this in the past few days. The first time they came to St. Peter's Church, the first person that came and talked to them was Mummy. That shows you the type of character that she had. She made it a point to welcome all the new guests, or even the first-timers who were interested in getting a church membership so that they felt comfortable being here. She welcomed them with her smile and open arms. Papa and Mummy loved Holy Week. Is it a coincidence that both Papa and Mummy passed away leading up to Holy Week? I'm not sure. Jesse told me yesterday, Mummy was small of stature, but a giant at St. Peter's that will be irreplaceable. This church will miss you, Mummy. I will never forget Mummy's cooking. She was the best cook I will ever know. From her tubs of erichi that was able to feed a family of 10, Minoy talked about this yesterday, to her various kinds of vartamina, to her delicious pavika, potato, and vendeka merikaberti. I'll miss all of those tastes.
As mentioned earlier, Mummy made it a point to teach me and JG some fluent Pacha Malayalam. It has come in handy for us. One story that some of you do not know about Mummy is she delivered Renjin and JG's youngest child, Apollos, in our bathroom. Think about that for a sec. I was outside with Ezra and Gabriel, Alicia, and Grace were sleeping over at Shinu's house, and I was just playing with the boys in the driveway, and I opened the door, and Jay's yelling from the bathroom, "Get Mummy, get Mummy." Mummy was making probably some miracle tea for us downstairs in the basement. I say, "Mummy, Mummy, you have to go upstairs." She patiently went upstairs. Next thing you know, I'm freaking out, calling 911. Next thing you know, the paramedics come. And next thing you know, Apollos is delivered. The paramedics were like, "Oh, so we don't really got to do much, but take you to the hospital." In March 2019, I had the pleasure of traveling with Papa to Tiruvala, his final trip to his hometown. The reason why this happened was all because of Mummy. Mummy knew she was not able to travel or fly on a plane because of her condition, and wanted me to take Papa because she knew that's where his heart always was. Mummy had a rare condition, as Jay spoke about earlier, called pulmonary hypertension. Special thanks to Loyola Hospital and Dr. Gagmeyer for taking care of her throughout these years. Despite some struggles over the past years with Mummy's health, one thing that brings satisfaction to my heart is that she's no longer suffering. She no longer has to wear oxygen tubes to help her breathe. And now Mummy is with our Lord up above. She is dismissed from all the pain and all the suffering. I truly believe Papa was calling Mummy to come to heaven with him. They have been together forever. Wherever you saw Tangachan, you would see Tangama. Wherever you saw Tangama, you would see Tangachan. This past last year was the longest they've been apart. Papa probably got up to heaven, had no one to make him some chaya, katan kapi, vendaka merikoti, or vartamina. And he made some calls to have Mummy join him there. That poor lady is probably like, "Anda, ee pulli evide ettiyo?" Now I am certain that Mummy and Papa are my two guardian angels watching over me and my family. Both of them are looking down at their creations, smiling, fulfilled, together, hand in hand once again. They did a damn good job. They did what it took to give their children the best opportunities in life, more than anything me and JG can ask for. They raised two fine human beings, no doubt about that. Mummy was a woman who lived her life not for herself, but for others, as you've heard a lot over the last few days.
She enabled those who loved to have a much better life, those who she loved to have a much better life. I'll run out of time if I start talking about all the generous things her and Papa have done throughout their lifetime. Me and Chechi gave you guys some things and examples of what they've done. Me and Chechi are direct benefactors of Papa and Mummy's love. Nothing we did, we are not worthy. It is all because of our Papa and Mummy. I am a mirror image of my mummy. The chubby cheeks, the constant smiling, being a neat freak, the love and loyalty we have for others, and we love to sing. One of my friends asked me a few months ago, Varghese, how can you smile and laugh so much? I told them all I am is a representation of my mummy. We love to smile. I was not born this way. I was raised to be this way by Mummy and Papa. They both had love for everyone, and I learned to pour out my love to others, to my family and friends, all because of them. Mummy also taught me so many songs, especially Kurbana songs and Malayalam devotional songs. I could name a list of 40 plus songs that's, she's taught us during our daily evening family prayers. If I don't sing a song for my mummy at her favorite place to be, her church, then she would be pretty upset with me. One song came to mind out of the many that she knows that Mummy taught me and Chechi growing up. This fits Mummy's current situation. I'm going to sing the chorus. If you guys know it, please sing along with me. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നും ശുദ്ധരോടുത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യനാട്ടിൽ ചെന്നും ശുദ്ധരോടുത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. What we just sang, that means I'm going to my lucky place. My lucky place, I'm going. I got to my lucky place. I'm with my loved ones. I'm praising Jesus. I appreciate you all coming out, especially those that are watching live stream and those who have been able to make it here physically to remember my mummy. Last year was very tough when Papa passed away. With the coronavirus spreading globally, it was a challenge to say the least. As Chechi said earlier, Mummy is the most extraordinary woman I know. Between Papa's passing and Mummy's passing, it has been difficult for everyone. Even during Papa's passing initially, it was exponentially harder for Mummy. Yet she persevered through it all.
She tested positive for COVID in December of 2020. Got admitted at Loyola. She hated it, by the way. Fought it all and came out fine. I was continually amazed by your strength and unwavering faith in the Lord. For Papa's funeral, we did not know what it was like to have all your loved ones around. I'm glad we got to experience all your love that you shared, Mommy, by having your loved ones around us when you passed. You are the rock of our family and such a blessing to so many. Very special thanks goes to John and the Model Funeral Home staff for preparing Mommy. To my old school family friends, OBH, SPMP, that I grew up with since my parents came to this country. You all know who you are. We love you guys and appreciate all of your love and support during these trying times. To my starting six, I love you guys. To my ushers, Liju, Siju, Toby, Minoy, Milani, George, Tom, and Jimmy. Toby, thank you so much for putting together the slideshow. Shalu and Shajan and crew, thank you for your photography work. Jesse, thank you for all your technical skills. Michelle, thanks for emceeing and controlling the flow. Thanks to Biju and Flowers TV for live streaming this event. To my father figure and my loving Bela Poliachin. To my Biju Monachin and Anishachin and my entire St. Peter's family. I cannot thank you enough for your calls, emails, texts, and everything that you've done these last few days to prepare my mummy's departure. I have to give a special shout out to two people that are very close to my heart. First, thanks to my aunt, Amakuti Mama, Mummy's sister-in-law. She watched over my mummy continuously for the past 3 to 4 weeks, and she was her primary caretaker. She took care of her like it was her very own sister. That's something that we all can learn from. She had the choice to serve her older sister, and she just did it with no questions asked. Secondly, thanks to my best friend, Jason John, for preparing me for this day and making me stay right on task. Anything I ask for, anytime I call with a request, anytime I just tell him to do something, we can talk to each other like that.
without any grudges, any fights. We haven't fought once with each other in our lifetime. I mean, we may have had a small grudge or something, but we've been friends for 40 years. Anything I ask, it doesn't matter. It is done with no further questions. And John, I couldn't have done it without you. I'll conclude with a Facebook post that a friend shared with me that Mummy recently posted. It said, quote unquote, "To my son, never feel that you are alone, no matter how near or far apart. I am always right there in your heart. Just believe in yourself and remember you only fail when you stop trying. Never forget that whatever you go through, no matter what, I will always love you." To my mummy and my papa, you finished the race. You did a damn good job. These upcoming days, months, and years will be a challenging one without the both of you. Even though you are not physically with us anymore, you'll always be with us in our hearts, and remember what an amazing family you have built. Your actions always spoke louder than your words with that pure heart of yours. We will remember these actions and I will make a promise to represent your family and take care of your family, especially your dear grandchildren, Alicia, Grace, Ezra, Gabriel, Apollos. Chacho's got you. We will do what we can. I know it's hard to top it. Your legacies will live on forever with our family, friends, and this parish. We will love you always and forever. Chakra Umma, your loving son, Jason. Now, Dr. Kyriakos Mar Theophilos Metropolitan will share a few words. Theirmini is the resident bishop of the MSOT Seminary. Theirmini always made it a point to visit Amachi and Upichin when he was in town, and Amachi and Upichin were big contributors to his seminary. പ്രിയപ്പെട്ട തങ്കമ്മ ആൻറ്റിയുടെ വേർപാട് ജെയ്സനെയും ആ കുടുംബത്തിലെല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും വലിയ ദുഃഖവും
വേദനയും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് മക്കളെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തങ്കച്ചായനും ഇപ്പോൾ ആൻറ്റിയും അവരിൽ നിന്ന് വേർപിരിയുമ്പോൾ അതുണ്ടാക്കുന്ന ശൂന്യതയും വേദനയും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മിൽ നിന്ന് വേർപിരിയുമ്പോൾ അതിനെ പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന ശൂന്യത വളരെ വലുതാണ്. എന്നാൽ അവർ യാത്രയാകുന്നത് തങ്ങളുടെ സ്വർഗീയ ഭവനത്തിലേക്കാണെന്നുള്ള ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട തങ്കമ്മ ആൻറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ തങ്കച്ചായനും ആൻറ്റിയും അവരുടെ സ്നേഹവും കരുതലും ഒത്തിരി അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു മകൻ്റെ സ്ഥാനത്ത് എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികപ്പറ്റല്ല. അത്രമാത്രം സ്നേഹവും കരുതലും തന്നു. ഷിക്കാഗോയിൽ എപ്പോൾ വന്നാലും ആ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തരാതെ വിടാറില്ല. വൈദിക സെമിനാരിയെ എപ്പോഴും കരുതിയ പ്രിയപ്പെട്ട ആൻറ്റിയും അങ്കിളും ആ കുടുംബവും. ആൻറ്റി മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജെയ്സണോട് പറഞ്ഞു, സെമിനാരിക്ക് ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ആ ചെക്ക് എഴുതി വെക്കണമെന്ന് പറഞ്ഞു എന്നെ അറിയിച്ചു. ഞാൻ പറഞ്ഞത്, ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും പരിശുദ്ധ സഭയുടെ വൈദിക സെമിനാരിയെ കരുതി നാട്ടിലെപ്പോൾ വന്നാലും വിളിച്ചന്വേഷിക്കും. ഇടയ്ക്ക് ഷിക്കാഗോയിൽ നിന്ന് വിളിച്ചന്വേഷിക്കും. എപ്പോഴും ആ പുഞ്ചിരിക്കുന്ന ആ മുഖം അതൊരിക്കലും മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട ആൻറ്റിയുടെ വേർപാട് മക്കളെ സംബന്ധിച്ചിടത്തോളം എന്നതുപോലെ തന്നെ ബലഹീനായനെ സംബന്ധിച്ചിടത്തോളവും അത് വലിയ ദുഃഖവും വേദനയും ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളായിരിക്കുന്നത് കഷ്ടാനുഭവ ആഴ്ചയിലാണ്. ഈ കഷ്ടാനുഭവത്തിൻ്റെയും നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെയും ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനപ്പുറത്ത് പുനരുത്ഥാനത്തിൻ്റെ ആ വലിയ പ്രത്യാശയും സത്യവും അവശേഷിക്കുകയാണ്. മരണമല്ല സത്യം, മരണത്തിനപ്പുറത്തുള്ള പുനരുത്ഥാനവും ജീവനുമാണ് നിത്യമായ യാഥാർത്ഥ്യം. ഈ മരണത്തിനപ്പുറത്ത് ഒരു ജീവനുണ്ട് എന്നുള്ള ആ വലിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഭാഗ്യവാനായ പൗലോസപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നമുക്ക് മുൻപേ വാങ്ങിപ്പോയർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആ ദിവസം നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ നമ്മുടെ പ്രിയപ്പെട്ട ആൻറ്റിയെ നമുക്ക് യാത്രയാക്കാം. ജെയ്സനെയും സഹോദരിയെയും കുടുംബാംഗങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിച്ച് ആൻറ്റിയുടെ ആത്മാവിനെ പ്രിയപ്പെട്ട തങ്കച്ചായനോട് കൂടെ ചേരുവാൻ തക്കവണ്ണം സ്വർഗീയ ഉറുസ്ലേമ്യ ഭവനങ്ങളിൽ തൻ്റെ ആശ്വാസ ഭവനത്തിൽ ചേർത്തുകൊള്ളുവാൻ സർവശക്തനായ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വ്യക്തിപരമായ പേരിലും വൈദിക സെമിനാരിയുടെയും യൂറോപ്പ് ഭദ്രാസനത്തിൻ്റെയും അനുശോചനം വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. Next, I invite the Very Reverend Zakaria Theophilus to say a few words. Theophilus needs no introduction, but he's been the vicar of the St. Peter's Church since 1982, and more than an Achin, both Amachi Apachin, Jeshachin, and Janchaji consider him family. Dear and respected Bijimon Achin, Ebi Achin, Anish Achin, dear family members of Tangama and Tangachan, or St. Peter's family, and dearly beloved in Christ.
time is running very late. At the same time, if I don't say a few words to my older sister Tangamma, as I said Thursday morning, she will question me in paradise. No doubt for that. I was wondering what I'm going to say about Tangamma. So this is the word in my mouth. She was a good daughter to her parents. She was a good wife to Tangachan. She was a good mother to our dear Yancy and Jason. She was a good grandma or ammachi to the 5 young, handsome kids. She was a good sister of Kunyamon, Ammani, and Ranjan. She was a good in-laws to Amuma and Sina. Moreover, she was a good believer. So because of that, the Bible words came to my thought. 2 Timothy chapter 10, verse 7. I have fought good fight. I have finished the race. I have kept the faith. Jancy was 2 years old. Jason was 1 year old when I came to this country. And you can imagine how good relationship we kept until last Thursday. And Tangachan Tangamma left this world, the connection will be changed, no doubt for that. The reason I say she was a good believer, as Jason say, she born and raised in Marthoma Church. There she, after she get married to Jacobite Church, and she became a real Jacobite lady. And I have witnessed many times, as Jason say, she worked night shift. She straight come to the church. And because small church in Chicago, she go to bathroom and change the dress and go to church. How many of her children, even JC or Jason, or any of you, the new generation can do that? Come from work, go to the bathroom and change the dress and attend the service. That's why she was a good believer. Jancy and Jason, you treat me, you respect me as your own father, no doubt for that. No, you are, the reason is, CB and Jancy was one of the cutest kids in our church. And I have no girls because I love them so much. So because of that, Jancy and CB kidnapped by Ranjan and Sajan. They are still in my heart. No doubt about that. And all the occasions happen in your house, Achan knows it. Is it good or bad? She always discuss with me because I am her brother. The moreover that, 1987, this church split. Tangachan's most friends moved to different church. Tangachan was willing to go to that church too. Tangamma said no. I came to St. Peter's. I'm going to stay with St. Peter's. And she told me the word many times. And I do remember that. Because of Tangamma, Tangachan forced to go to church. And many of the ladies, husbands are a little lazy.
but the wives force them to go to the church. But the new generation is a different way. Dearly beloved, as I said yesterday, for us an Achan, it is very hard for to say goodbye to their own folks. But it is part of the ministry. It will be a great loss for this parish, but especially it's a big loss to me and my wife. The main reason is Tangamma and my wife talk every single week until she get really sick. The last time, me and my wife, Vijamonachan, went to Darien. We spent almost 3 hours there. And Tangamma talk very well. That's why she bought good fight. And you can see that one. Since Tangachan died, we all thought Tangamma going to die first. No doubt for that. But the time passed Tangachan's, I don't know how she raised up. Without any help. She did everything very well. Without any help. That's why I say she fought good fight. And finished the race. She saw 5 grandchildren. And again, Jason, Mommy got worried about you. And Achan will say that all the time. And everybody is like that, worried about Jason. Jancy is different character, Jason has different character. I'm sure Jason will find an answer for that one. So Tangamma raised them with the love and care. That's why I say she completed everything the task. As a human, she have done everything whatever she can. Even though she was weak in health, but she was strong in faith. That's why then she kept the faith. That faith, you have to continue. What Mommy fight for, what Mommy raised for, and what was Mommy's faith. That faith you continue to keep, and also you have to hand over to your children. And Tangachan Tangamma left, but we are still one family. Kunyamon, Renji, Amakuti, Jason, Jancy, and Renjin. We are still one. I'll be with you, not as your biological father, but your spiritual father and your friend Achan. One day, Tangamma and Tangachan, they will wait for me to welcome there. The way they pick me from the airport, they're going to open the door in paradise. Achan, we are here to welcome you. Thank you. We are running late. I want to thank all the families, friends, relatives, those who came to say goodbye to Tangamma. Special thanks to A.B. Achan. He is a very close friend of Jason. And this is a schedule for now. We're going to start our final prayer for the funeral. After the end of the prayer, everyone have the, especially the close family, have the time to give the final kiss. Then we cover the face. Then we put the oil, and also we going to put the mud, close the casket. Then we take in the body to cemetery. After the burial in the cemetery, come back everyone in the church. We have lunch in the church. Please come and join the lunch. Once again, thank you all. So if there's anybody that hasn't seen the body that would like to see the body prior to the prayer starting, please do so now so we can start the prayer, please. Thank you.
പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. And since we are running short on time, if you can just not spend so much time at the casket, please just spend a little bit of time and then go to the family after that. ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടൊത്തുറങ്ങുവാൻ. എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചിന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എല്ലാത്തിലുമേ. പ്രാർത്ഥിക്കാം. ബർഗമോർ പിതാവിനും പുത്രനും പരിശുദ്ധനുമായ സത്യമുള്ള നാമത്തിന് സ്തുതി. നമ്മുടെ തന്റെ മനോളം
തന്റെ സ്ത്രീകളിൽ ആകാശവും ഭൂമിയും നിറഞ്ഞ ഭഗവാൻ പരിശുദ്ധൻ 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 ഞങ്ങളിൽ സ്തുതി. കഷ്ടതയേറ്റ സഭ മോദിക്കുദ്ധാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ ഹാശ യാൽ കഷ്ടതയേറ്റ നിരാമോദിക്കുദ്ധാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ ഹാശ യാൽ കഷ്ടതയേറ്റ സഭ മോദിക്കുദ്ധാനെ തൽപ്രജകൾ നിന്നിൽ നിന്നേൽക്കും പുണ്യം രക്ഷകനെ നാഥേ സ്തുതിയും മാനം മഹിമാവന്ദനകൾ ശുദ്ധ മാവിന്നോ ഉണ്ടാകുൽ കൃപ പാപികളാം ഞങ്ങളിലും മേലുൾ ലോറിഷിലെ മുഴുതിൽ കുള്ളിൽ നിസിംഹാസനമനയണമീ പ്രാർത്ഥന മശിഹാ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സർവ്വത്തിലെ പല ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ആ ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടണമേ. എന്നുള്ള രാജ്യശക്തിയും മാത്രം ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്നും ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥ ലോകത്തു നിന്ന് യാത്രയായിരിക്കുന്ന നിന്റെ ദാസിയുടെ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെതിരേൽക്കുവാനും സംഗതിയാക്കണമേ. മോറൻ വാലോഹാൻ ലവൽ പ്രാർത്ഥനയുടെ മുമ്പിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടണമേ യാചനയെ ചിന്തിച്ചവരെ പോൽ ഹല്ലേലൂയ തുണയേറ്റൊരു നരനെ പോലെ ഞാൻ പാർക്കുമോ. ശുഭഹോല പോലെ പറവൽ റോഹോ കാദീശോലം വാദം മനോലം വോൽമിനമീൻ മൃതിയർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടൊരിരുമിയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. ബറഖ്മോർ നാം എല്ലാവരും നമസ്കരിച്ചേർത്താൾ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാവും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബറഖ്മോർ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങൾ നിർമ്മിതാവും നിരുതമായുടെ ശരണവും സൃഷ്ടിയുടെ പ്രത്യാശയും കവറെടുക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ വീർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സ്ഥലപെരുന്നാളും നേരം കാലങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാവുന്നു. ബാറഖ്മോർ ലുനിയാവുമോസോ ബാറഖ്മോർ ആനന്ദമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രവയും ജീവനും ഓർവയും സ്ഥലത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥകളെ ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കാൽമേൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ആകോലെല്ലാം
ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളുടെ തിരുസന്ധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതവും നിന്റെ മാർഗങ്ങൾ ദുർഘടങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുന്നവനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശ എന്ന നിന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മണ്ണില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരവും ക്ലേശപൂർണമായി ഈ ലോകത്ത് നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഈ ലോകങ്ങൾക്ക് അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവമാകുന്ന പരിദേശവസ്ഥയിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ നിന്റെ ദാസിക്ക് ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാന മാലാകമാർ മൂലം ഇവളുടെ ആത്മാവിനെ നീ കൈകൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്ന് ഇവക്ക് ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആതിരായുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വീഴ്ത്തണമേ. തിരുനാഭക്തരും തിരുവിഷ്ടം ആചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നതുപോലെ സേനങ്ങൾ ഇവർക്ക് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയിൽ ഇവക്ക് പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപൂർണമായ വലം കൈ ഇവക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ആഴ്ചകളിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുടെ ഭയങ്കരമായ ഒളിവുകളിൽ നിന്ന് ഇവളെ രക്ഷിച്ചുകൊള്ളണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവൾക്ക് ഇവളെ നീ വിരോധിക്കരുതേ, ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവ്വരും കുറ്റകാരതന്നെയല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങൾ വിലക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകാരുണ്യയും ഞങ്ങളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദവിക്കുമാറാകണമേ. ഇവൾ വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബ ഇവർക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കണമേ. പ്രകാശിതമായ ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച് പോകത്തക്കവണ്ണം നിന്റെ കരുണ ഇവക്ക് ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങൾ എത്തുന്നതുവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അനുയായവും കാവൽക്കാരും സഹായവുമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവക്ക് ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിൻ്റെ മടിയിൽ വസിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാവപരിഹാരവുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനങ്ങൾക്ക് വിധേയിക്കുമാറാകണമേ. സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, കരുണദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവേദനയിലിരിക്കുന്നവർക്ക് മുഖർവസ്ത്രത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യമനുസരിക്കണം നീ ശരണവും പ്രത്യാശയും അയച്ചുകൊണ്ട് ആയിരുന്നുകൊണ്ട് അവരുടെ മുഖത്തിന്
കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മശായിലുള്ള പ്രത്യാശയിൽ മുമ്പോട്ട് നിന്റെ അടുക്കലേക്ക് യാത്രപ്പെടുവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗരവുമായ ഭാവനകൾ വിശുദ്ധന്മാരോട് കൂടെയുള്ള ആശ്വാസവും നീ നൽകണമേ. അപ്രതീക്ഷിതമായ ലജ്ജാര്യരായ പ്രസരങ്ങളോടെ കൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവെ, മുമ്പോട്ട് പ്രാപിച്ചിരിക്കുന്ന ഇവിടെ അവശേഷിക്കുന്നവരായ രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരവുമായ ഞങ്ങളെല്ലാവരും അദൃശ്യമില്ലാതെ നിന്റെ രാജ്യത്തിൽ വന്ധ്യവും ഗ്രഹനിധവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരാക്കി തീർക്കണമേ. ബാറഖ്മോർ ഹോശോ വബ്കുലസ് ബാലവുൽ വി ആമീൻ. മിനാലോഹോന കാബിൽ ഹുസൈദ ഹൗബെ വൽ ശുബകോനോ ദാതോ ഹെ ബദ്രൈഹുൻ വൽ മലൗലവുൽ ബി ആമീൻ. വേഗം വന്നെത്തിയിടേണം നാഥാ നിന്ദയിൻ മുമ്പിൽ. എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിടുമ്പോൾ തുണയാകിൽ നേട്ടങ്ങൾ പൊന്നിലുലയിലടങ്ങും അങ്ങീശോയാം ദേവേശൻ വിധിപീഠത്തിലിരിക്കുന്നു. ധനികനില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനന ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട. സത്തമനെ നരവത്സലനെ അവിടന്മേദയ തോന്നണമേ. അർദ്ധിച്ചിടുന്നേന്മേന്മേൽ രാജാവേ ശോകം ക്ലേശം വിധിയവയേശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്ക് ആശ്വാസം മംഗളപൂർവം നൽകണം. ബാരകുമോ നാം ദൈവാത്മജരായിടാൻ വാഴ്വിലും ഉപദേശിച്ചോരാം ജനകന്മാരെ ഓർക്കേണം. ദൈവതനോജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ ഒപ്പമവർ കേടട്ടെ. ദാസിക്കാശ്വാസം നൽകാൻ പോക സഹജാദേ ഭൂവാസം നിരസിച്ചോളെ. രാജകുമാരൻ പാർപ്പിക്കും മണിയറതന്നിൽ നീ വിട്ടാരെയോ സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ ശ്ലീബാഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. ശ്രീബാതകോലാൽ പറുദീസിൻ വാതിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. ഓ ശ്രീഹ ധന്യൻ
സഭയെ എതിരായാരാനും ചെന്നാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോട്ടവസാനിപ്പിപ്പോൾ The lesson from the Epistle of St. Paul the Apostle to the Corinthians. I Barakimo. Now, if Christ as priest is raised from the dead, how can some of you say there is no resurrection of the dead? But if there is no resurrection of the dead, then Christ has not been raised. If Christ has not been raised, then our preaching is in vain, and your faith is in vain. We are even found to be misrepresenting God, because we testified of God that he raised Christ, whom he did not raise, if it is true that the dead are not raised. For if the dead are not raised, then Christ is not raised. If Christ is not raised, your faith is futile and you are still in your sins. Then those who have fallen asleep in Christ has perished. If for this life only has hoped in Christ, we are all men most and pitied. Amina Barakimo. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാൽ ഇവനെ രക്ഷിക്ക. Hallelujah. Mark more with calmness and reverence and with sober minds. Let us give heed and listen to the gospel, living words of God, in this holy evangelion of our Lord Jesus Christ as being read to us. Bargmol Morio Shubahovalin Rahamala Almin. Amen. Evangelion Gadishad Moranesho Mishiho Men Lucas Abram. Reading from St. Luke, chapter 7, verse 11 to 18. Next day, Jesus went to a city called Nain, and his disciples and a great crowd went with him. As he drew near to the gate of the city, behold, a woman who had died was being carried out, the only son of his mother, and was a widow. And a large crowd from the city was she with her. And Jesus said to her, compassion on her, and said to her, do not weep. And he went, touched the bear, and the bear stood still. And he said, young man, I say to you, arise. And the dead man sat up and began to speak. And he gave him to his mother. Fear seized them all. And they glorified God, saying, a great prophet has arisen among us, and God has visited the people. And this report concerning him spread throughout the whole of Judea and all the surrounding country. And the disciple of Jordan told him all the things. Baragomol Amorio Sagato. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ളതായി ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാന്ന വിശ്വാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്രഭാവിച്ചവരും നിന്റെ കരുണകൾക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് ഏറ്റു ചൊല്ലണം. Dearly beloved in Christ, the funeral service almost done.
before we cover the herd, the immediate family members can give the final kiss. Then we go to cover the herd with the church of God. കൃപ നിറയും മശിഹ മൃദയാം നിന്ദാസേ ഉദ്ദാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേകേണം കണ്ണുകളിൽ കണ്ണീർ ശ്രുതികളിൽ ആരാവം അയം വെളിവായിൽ ഹൃദയകമേ നാദ നൽകണമാശ്വാസം പീഡതിലളവില്ല ദോടി നടന്നോളെ കബറതിലേക്കേന്തോ നങ്കരന്മാർ നാദ നൽകണമാ. So this is going to be the final viewing. So anyone who would like to pay their last respects to Auntie, please come forward, follow the usher's instructions, and we will do this one by one. And this will be the line, and just follow what they say. Thank you. After you have viewed the body, please head to your vehicle so we can ensure that the procession goes well to the cemetery. So after you view the body, please go to your car so we can do this in a timely manner. Also, in your car, please see the Model Funeral Home staff for a sticker. Also turn your headlights on and also your hazard lights. Please make sure your headlights are on, hazard lights are on, and obtain a sticker from the Model Funeral Home personnel so that everyone knows that you're part of the procession to the cemetery. പോകുന്നേ
So if there is anyone downstairs that needs to view the body last, please come upstairs before the family does the final viewing. ഭുവനനിവാസികളെ ശുഭമോടു വാണിടുവിൻ ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽകാം എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ ബദി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ We are asking all the immediate family to stay back so that we can, once we do the final cover, all of you will be here.
വത്സലരേ സത്യം ഭയമാർന്നിടുന്നേ കഠിന ഭയത്താൽ എന്നകതാ ജഗദീരക്ഷകനാ മശീഹ നൃപനൻ തേ താഴ്വിട്ടതിന പോകുന്നേ സങ്കടപൂർവം ഭുവനനിവാസികളെ ശുഭമോടു വാണിടുവിൻ ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേ നൽക എൻ്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ My beloved ones, why do you stand far? Draw near to me, give me peace
and pray for me. Sing lamentations, sing with sighs for me. Behold, today death has cast me to Sheol. When the messenger of death came for me, I could not find anyone who could help me. Lord, you are present to those who call you. Raise me to the right hand of the Trinity. My beloved ones, I am terrified. Great fear has seized me and has disturbed my mind. Christ the King has sent his messenger to lead me away, so I leave you with sorrow. Be at peace, O world, and you who live there, for time is no friend of yours who love this world. See, I am taken away from you all to give an account to the Judge who knows all. O death, you corrupt the beautiful ones. You make the friend sad and take away his joy. Blessed is Christ who destroyed death's authority and gladdens with his light those who are mourning. Just as the lilies of the field are dressed in clothes not woven by any human hands, so the righteous shall be clothed in garments woven by the Spirit for Adam's children. O Lord God, who has led this child away from this temporary life at the commandment of your divinity and the will of your lordship, send her from your sorcerer of the heavenly host. Grant her that this oil which is poured on her body, that she may become slippery and not seized by the hostile enemies and the camps of the enemies who lie in ambush to fight against the souls of men. Lead her to the abodes of the light of exaltation with the holy saints. With joy and gladness may she offer you up in glory for the rest of the labors and for the deliverance
from the fights of the rejoicing with all the saints. In your name, and the Father, and the Son, and the Holy Spirit, for life and forever. പ്രയത്നത്തിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ വാനത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധനാമത്തിൽ നിത്യജീവനായി തൈലം ബാരഖ്മോർ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന അരുളി ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ബാരഖ്മോർ. ആമേൻ ആമേൻ. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. കർത്താവ് വരും. ഞാൻ നേടാനെത്തി. യെരൂശലേമേ, എൻ്റെ കാലുകളെ നിന്റെ വലത് വാതിലുകളിൽ നിൽക്കുന്നു. നീ മൃതരായോ കുയിരേകുമ്പോൾ മിഴിവെളിവാക്കും വിസ്മയമീക്ഷിപ്പേൻ. കോട്ടകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരൂശലേം പണിയപ്പെട്ടിരിക്കുന്നു. സ്ലോമോ നൽകി സ്ലോമോയോട് പോവി, ഇനി എന്നേക്കും സ്ലോമോ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിൻ്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിൻ്റെ സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. മൃതിയെ കഷ്ടം, സാത്താനേ കഷ്ടം. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്ഥിതി ചെയ്യുന്നു. മൃതജീവതനെ ഈശോ രാജാവേ, മൃതരുടെ കയ്യിൽ ജീവൻ തിരുവിഷ്. സ്തോത്രം മൃതരെ ജീവിപ്പിപ്പോനെ, മൃതരുടെ കയ്യിൽ ജീവൻ തിരുവിഷ്ടം. സഭയും സുതരും പിതൃതരൂഹായെ സ്തുതിഗീതത്തോ ഇരുലോകത്തും മേവുന്നേ ഞാൻ. കൃപ തോന്നണമേ എന്മേലെങ്ങും, നീ കാണുന്നേ ഞാനില്ലയേ. കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീരകിൽ പാഴാകാൻ. സ്നേഹിതരാ സഹദന്മാരെ മുടിച്ചോടിച്ച നീതി പ്രിയനെ, ഈ ദാസിയെ നീ കണ്ണീളപ്പോൾ ചൂടാഭരണം പൂടിക്കണം. എന്നേക്കും സ്തുതിതാതന്നും മൃഗദിശായ്ക്കും മൊറിയോറാഹേലയിലുവാദ. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ. നേട്ടത്തെ നേട്ടക്കാർക്കും ദേവേശോയൻ മാർഗത്തിൽ നീ കൂട്ടാതിന്നിടേണം. ഓർക്കനെ മഷിഹ മന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവെന്നാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽക. ആർദ്രതയാൽ നാദാദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി ഇവളെ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയറ്റുന്നു.
രാജാവും സൃഷ്ടാവുമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ പുത്രനായ ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോട് നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനും തന്നെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങളെ അപേക്ഷ കൈക്കൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹായോടെ സ്മരിക്കുക. നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവ്വശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. ബാറക്കുമോർ മോറാൻ യേശുമിശിഹ, നിന്റെ കരുണയുടെ വാതി ഞങ്ങൾ Can you hold this one? Sure. You videotaping? Yeah. Let me hold this one. Let me go first. Excuse me, bro. Where is Jimmy? സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം,
ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം. ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇപ്പോൾ എന്തു
ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേയവൻ മതിയായവൻ.
വളരെ ദൂര തിന്തിനു നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ പാതാള കവാടത്തിൽ ബന്ധിച്ചിന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളിക്കൂട്ടും നോർക്കാ വെളിവാകും നാഥ നിന്ദൈവികമ വല്ലഭാഗേ നിർത്തണമെന്നേ വത്സലരേ സത്യം ഭയമാർ നീടുന്നേ കഠിന ഭയത്താൽ എന്നകതാരിളകിടുന്നു ജഗദീരക്ഷകനാ മശീഹ നൃപനൻ തേ താഴ്വിട്ടതിന പോകും നീ സങ്കടപൂർവം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം
ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. What will it be like when my pain is gone and all the worries of this world just fade away? What will it be like when you call my name, in that moment when I see you face to face? I'm waiting my whole life to hear you say, well done, my good and faithful one. Welcome to the place where you belong. Well done, my beloved child. You have run the race and now you're home. Welcome to the place where you belong. What will it be like when tears are washed away and every broken thing will finally be made whole? What will it be like when I come into your glory, standing in the presence of a love so beautiful? I'm waiting my whole life for that day. I will live my life to hear you say, well done, my good and faithful one. Welcome to the place where you belong. Well done. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന
ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം, ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ.
പ്രത്യുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. യേശു എന്നാടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ജീവനമേകീടം ദേവസുതൻ ഞാനെന്നോടിയൻ ചാതുര്യത്തോട് ഭുവനത്തെ മരണനുഖത്തിൽ വെന്തി ചുരുവിഞ്ഞൻ സൃഷ്ടമീപും പദവികളിൽ നിന്നും ഭീകരനാകും കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു കൃപാവനതയോട് രുദ്രവുമേ ദുർവിശ്വാസികളുമേറ്റിടുമീ പുണ്യം ജീവ പുനരാമശിയാനേ ദൈവികമം പരഭാഗത്തോ നിലകൊണ്ടങ്ങേ സ്തുതിപാടിടട്ടെ. കബറിൽ മൂകിടമതിവീരൻ സൻഗതികാരൻ വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചിതറിലൊരകിലം നേടും തേജസ്സനാശം കൂടാതിരേക്കും. മറിയന്തൻ സോദരനാകും ജീവനമേ ഗീടം ദൈവസുതൻ ഭുവനത്തെ മരണത്തിൽ പദവികളിൽ നിന്നും ഭീകരരാകളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു. പാവനതനമോടുകിനെ എന്തുതിരവുമേ ചുരവിശ്വാസികളെ ധൂപ പുണ്യം നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേ സ്വീകരണം ഞാൻ നേടാനൊത്തിപ്പീമേ. എന്റെ കാലം കൊണ്ട് വാതിലുകളിൽ നിൽക്കുന്നു. വിസ്മയമീക്ഷിപ്പോ നൽകേ ശ്രോമോ ഇത് തന്നെ പുതിയ കഷ്ടം സാത്താനെ കഷ്ടം നിങ്ങളുടെ ഈശോ രാജാവേ സ്വോത്രം വളരെ
just thank her. ഹലോ ഷാജി, ലിനി, ഷാജി, ഷീലു, ഷാലി, എല്ലാവരും ഫാമിലി. ഇനി മറ്റേ തങ്കമാമ സ്ഥലം വിളിച്ചുകൊണ്ടിരുന്നു. ഇനി നമ്മളെ വിളിക്കാൻ ഇവിടെ അതുപോലായിരുന്നു. ഞങ്ങളെ സ്ഥലം എല്ലാ ദിവസവും വിളിക്കുന്ന അമ്മയായിരുന്നു. എല്ലാ വിശേഷങ്ങളും എല്ലാവരുടെയും ഞങ്ങൾ നിങ്ങളെ സ്ഥിരമായിട്ട് വിളിക്കുന്നത് കൂടുതലായിട്ട് അമ്മാമ്മ എന്ന വിശേഷം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനോ തങ്കമാമ ഇനിയും വിളിക്കാനില്ലല്ലോ, എന്ത് പറയാനാ. എല്ലാവരും ആശ്വസിക്കുക. നമ്മളിൽ ഇനിയും കാണും വരെ ദൈവം കാക്കട്ടെ. ശരി, എന്നാൽ വിളിക്കാം. ഓക്കെ, എന്നാൽ എല്ലാവരോടും ഇവിടെ പറയുന്നു, പ്രത്യേകിച്ച് അളിയനോട്, അളിയ ടേക്ക് കെയർ, അളിയ സൂക്ഷിക്കുക. ഓക്കെ. തിരുനാമമുയർന്നിടട്ടെ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യും
നിൽക്കുന്നൻ അരികിൽ വരുവിൻ സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതം പിറകെ വന്നപ്പോ ചുറ്റും പാർത്തി തുണ ചെയ്യുവാൻ വന്നില്ല